ചേട്ടാ, ഇവിടുന്ന് ടാക്സി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തൽക്കാലം വഴിയൊന്നുമില്ല. നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. എവിടെ പോകാനാ? മോഡൽ സ്കൂൾ വരെ ഒന്ന് പോകണം. അതിവിടെ അടുത്തല്ലേ. ആഞ്ഞൊന്ന് പിടിച്ച 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അല്ല, കാലിന് ഇതെന്താ പറ്റിയേ? ഒരു അപകടം പറ്റിയതാ. എവിടെ നോക്കിയാലും അപകടങ്ങളാ. നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. നമസ്കാരം. ആളെ അറിയോ? പിന്നെ, രവി ഭാസ്കർ. ആള് മിലിറ്ററിയിലായിരുന്നു. സെയ്തൊക്കെ പത്രത്തിലൊന്നും വായിച്ചില്ലേ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ സംഭവിച്ച പരിക്കാത്. ആള് പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ താണിപ്പടിയിൽ വന്നിട്ടാ താമസം. പഴയ പോലെ ഇനി ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഓ, വർഷങ്ങളോളം നടന്ന വഴിയാണ് സ്കൂളിലേക്കുള്ള ഞങ്ങളുടെ ഈ വഴി. മാറ്റങ്ങളുണ്ട് ഒരുപാട്, പക്ഷെ സങ്കടങ്ങളില്ല ഒട്ടും. കാരണം ഞാനും മാറിയിട്ടുണ്ടല്ലോ. സങ്കടം ഒന്നോർക്കുമ്പോഴാണ്. 100,000 തവണ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നത്. ഞങ്ങളും 3 പേരായിരുന്നു. അടങ്ങിയിരിക്കാത്ത മൂവർ സംഘം. ചെയ്യാനും ചെയ്യിക്കാനും എപ്പോഴും എന്തെങ്കിലും വേണമായിരുന്നു ഞങ്ങൾക്ക്. എപ്പോഴും അങ്ങനെയുള്ള എന്ത് കാര്യവും തുടക്കമിടുന്നത് അവനായിരുന്നു, ജോൺ. ഒരു പുതിയ കാര്യം വന്നു വീഴുമ്പോൾ അതിനെ കൂടുതൽ പ്രാക്ടിക്കലാക്കുന്നത് മറ്റൊരുത്തൻ്റെ കടമയാണ്. അജയൻ. എന്ത് കാര്യത്തിൻ്റെയും അവസാന ഉത്തരവാദിത്വം എന്നും എൻ്റേതായിരിക്കും. എൻ്റെ ജീവിതത്തിൽ സ്നേഹം അതേറ്റവും സുന്ദരമായി തോന്നിയിട്ടുള്ളത് സൗഹൃദത്തിലാണ്. മകൾ മധുരും പാധേയമാകുമ്പോൾ ഓർക്കാതിരിക്കുവാനാമോ ഈ സൗഹൃദ പൂന്തണലോരം? എത്ര മഷിത്തണ്ടിലീറനായി മായ്ച്ചും വരച്ചും പഠിച്ചു നാം ആദ്യാക്ഷരങ്ങൾ. എന്തിരി മുറ്റത്തിലെന്നും വിളയുന്ന സ്നേഹത്തിനാദ്യാക്ഷരങ്ങൾ. കാലം വരച്ചിട്ട കൈവഴിയിലൂടെ നാം കാതങ്ങൾ എത്രയോ താണ്ടി. 3 വർണ്ണങ്ങളാൽ ഹൃദയത്തിലെഴുതിയ സ്നേഹഗീതികൾ മൂളി. ദേശസ്നേഹ ഗീതികൾ മൂളി. പക്ഷേ ഒരു കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ മാത്രം ഞങ്ങൾക്കിടയിൽ ഒരു എതിരഭിപ്രായം രൂപപ്പെട്ടു. നിങ്ങൾ പറയും പോലെ വലുതാകുമ്പോൾ പട്ടാളത്തിൽ ചേരാനൊന്നും എനിക്കിഷ്ടമല്ല. നിങ്ങൾ വേണമെങ്കിൽ ചേർന്നോ? ഞാൻ ചേരും. ഞാനും. പട്ടാളം എന്നൊക്കെ പറഞ്ഞാലേ നല്ല ധൈര്യമുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എൻ്റെ അച്ഛനെ പോലെ. അതെ, എന്തായാലും എല്ലാവരും ചാവും. രാജ്യത്തിന് വേണ്ടി വെച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ? ഓഹോ, എന്നാ നീ പോ. പട്ടാളക്കാരനായില്ല, പക്ഷേ അജയൻ മരിച്ചത് രാജ്യത്തിനു വേണ്ടി തന്നെയായിരുന്നു. ഭീകരാക്രമണം നടക്കുമ്പോൾ ഒരു 4 വയസ്സുകാരനെ രക്ഷിച്ചെടുക്കാൻ അജയന് കഴിഞ്ഞത് അവൻ്റെ ഉള്ളിലൊരു പട്ടാളക്കാരൻ കുട്ടിക്കാലം മുതലേ ഉണ്ടായതുകൊണ്ടാവാം. ഒരു സെപ്റ്റംബർ 16
എനിക്ക് 14 വയസ്സാവാൻ 2 മാസം കൂടി ബാക്കി. ആ ദിവസം മുതൽ അമ്മയുടെ കണ്ണീർ ഞാൻ കണ്ടു തുടങ്ങി. അജയന്റെ ഡയലോഗ് കഴിഞ്ഞിട്ടാണ് നീ സ്റ്റേജിലോട്ട് കയറി വരണം. ഈ അജയൻ ഇതെവിടെ പോയി കിടക്കുക? ആ ദേ വരുന്നു. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എന്താടാ? രവി കൂട്ടുകാരുടെ ആ ആലിംഗനത്തിൽ നിന്നാണ് എൻ്റെ അച്ഛൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. മിലിറ്ററിയിൽ അമ്മയ്ക്ക് ജോലി കിട്ടി. ഡൽഹിക്ക് പോകണം. കൂട്ടുകാരെ പിരിയുന്ന സങ്കടമുണ്ടെങ്കിലും മിലിറ്ററി സ്കൂളിൽ പഠിക്കാമെന്ന ആശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ഇന്ന് നിന്റെ ലാസ്റ്റ് ദിവസമല്ലേ, പിന്നെന്തിനാ നീ നേരത്തെ പോണേ? അമ്മ പറഞ്ഞിട്ടാടാ ഹെഡ് മാഷിനോട് സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുക്കണം, പുതിയ സ്കൂളിലൊക്കെ പോയി ചേരുകയല്ലേ. അപ്പം നമുക്കിനി ഒരിക്കലും നമ്മുടെ വഴിയിലൂടെ ഒരുമിച്ച് നടക്കാൻ പറ്റില്ലടാ. ഞാൻ പോകുക. നിനക്കൊട്ടും സങ്കടമില്ലടാ? മിലിറ്ററി സ്കൂളിലൊക്കെ ഭയങ്കര സെറ്റപ്പാന്നാ കേട്ടത്. കരയണെന്തിനാ നീ? അവനിലല്ലോ സങ്കടം. വാടാ. ഒന്ന് നിന്നേ. സോറിടാ. രവി രവി വേർപിരിയുമ്പോൾ കരയാത്ത സ്നേഹം സ്നേഹമാകില്ല. ഞങ്ങളന്ന് കുറേ കരഞ്ഞു. ഞങ്ങളുടെ സ്നേഹത്തോളം കരഞ്ഞു. അജയൻ ഇന്നില്ല. ജോണിനെ ഇന്നിവിടെ വെച്ച് കാണാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവൻ തന്നെയാണ് ഇവിടെ വെച്ച് കാണാമെന്ന് തീരുമാനമെടുത്തത്. ഈ സ്കൂളിൻ്റെ ഓരോ വരാന്തയിലൂടെയും ഞങ്ങൾക്കിന്ന് കൈകോർത്ത് നടക്കണം. പഴയതൊന്നും ഓർക്കാനല്ല, അതിൽ ജീവിക്കാനാണ് ഈ വരം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുവാനും പതാക ഉയർത്തുവാനും അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കളക്ടർ ജോൺ സാമുവലിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും അഭിമാനത്തോടെ നേരുന്നു. എൻ്റെ അഭിമാനം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ചു എന്നതാണ്. എൻ്റെ സന്തോഷം ഈ ഭാരത മണ്ണിൽ ജീവിക്കാൻ കഴിയുന്നു എന്നതും. കാരണം ഈ മണ്ണ് നമ്മുടെയാവാനും നമ്മുടെയായി തുടരാനും ഒരുപാട് പേർ ജീവനും ജീവിതവും ബലി കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളും ധീരജവാന്മാരും അങ്ങനെ ഒരുപാട് പേർ ചേർന്ന് നേടിത്തന്നതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം. ഓർമ്മിക്കണം, നാം അവരെ നെഞ്ചോട് ചേർത്ത് ഓർമ്മിക്കണം. നിങ്ങളെപ്പോലെ ഞാനും ദാ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനങ്ങളിൽ ഈ മണ്ണും ചവിട്ടി നിന്ന് ഇന്ത്യൻ പതാകയെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ കൂടെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അജയൻ, പിന്നെ രവി. അജയൻ ഒരു തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. താൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ആക്രമണം നടക്കുമ്പോൾ സുരക്ഷിതനായി ഇരിക്കാമായിരുന്നിട്ടും അജയൻ ശ്രമിച്ചത് മറ്റുള്ളവരെ രക്ഷിക്കാനായിരുന്നു. അവൻ രക്തസാക്ഷിയായി. പിന്നെ രവി, ധീരനായ ഇന്ത്യൻ പട്ടാളക്കാരൻ, ശത്രുക്കളെ നേർക്കുനേരെ നേരിട്ട് നമ്മുടെ രാജ്യത്തെ കാത്തവൻ. ഒടുവിൽ അതിർത്തിയിലെ ആക്രമണത്തിൽ കാലിന് പരിക്കുപറ്റി ചങ്ക് പറയുന്ന വേദനയോടെ ജോലിയിൽ നിന്നും വിരമിച്ചവൻ. ഏറ്റവും സന്തോഷത്തോടെ ഞാൻ തുറന്നു പറയുകയാണ് സാർ, ഞാൻ ഈ പറഞ്ഞ ആ നിൽക്കുന്ന എൻ്റെ ഈ കൂട്ടുകാരനോളം യോഗ്യത ഈ പതാക ഉയർത്താൻ എനിക്കില്ല.
എല്ലാവരുടെയും അനുവാദത്തോടെ രവിയെ ഞാൻ ഹൃദയപൂർവ്വം പതാക ഉയർത്താൻ ക്ഷണിക്കുകയാണ്. രവി പ്ലീസ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് 3 പേർക്കും രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞു. ഒരാൾക്ക് മരിക്കാനും. ഇപ്പോൾ അജയൻ അതിൻ്റെ ഒരു ഗമയിൽ നമ്മോടൊപ്പം വന്നിരിപ്പുണ്ടാവുമല്ലേ? ശരിയാ, ഉണ്ടാകും. നമ്മളിവിടെ ഉള്ളപ്പോൾ അവന് വരാതിരിക്കാനാവില്ല. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതൊരു ഭാഗ്യമാണ്. ഞാൻ ഓർക്കാറുണ്ട്, എന്തായിരുന്നു നമ്മുടെ മൂവരുടെയും പ്രത്യേകത? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പരസ്പരം സ്നേഹിച്ചു. അതിന് പരസ്പരം സ്നേഹിക്കാത്തവർക്ക് എങ്ങനെ ജോണേ രാജ്യത്ത് സ്നേഹിക്കാൻ കഴിയാൻ?